ഹലോ ഡിയർ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് ന്യൂ നമ്പേഴ്സാണ് അല്ലേ. പുതിയ സംഖ്യകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് ചെറുതിലെ നമ്മൾ ഒരുപാട് നമ്പേഴ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ. ഓൾറെഡി നമ്മൾ പഠിച്ചതാണ് നാച്ചുറൽ നമ്പേഴ്സ്, അതായത് എണ്ണൽ സംഖ്യകൾ 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് അല്ലേ. 1, 2, 3, 4 അത് നമുക്കറിയാം. പിന്നെ അതിന് മുന്നേ ആയിട്ട് 0 വരും എന്ന് പറഞ്ഞു അല്ലേ, കുറച്ചും കൂടെ ക്ലാസ് മുന്നേ എത്തിയപ്പോൾ. അപ്പോൾ ഹോൾ നമ്പേഴ്സ് എന്ന് പറയും, അതല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ അഖണ്ഡ സംഖ്യകൾ എന്ന് പറയും. ഓക്കെ. പിന്നെ ഇതിനും മുന്നേ ആയിട്ട്, അതായത് 0ൻ്റെ മുന്നേ ആയിട്ട് കുറച്ച് നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ട്, അതായത് ന്യൂന നമ്പേഴ്സ് ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. -1, -2, -3 എന്ന് പറഞ്ഞിട്ട് ഇതിനെ മൊത്തത്തിൽ, അതായത് ഈ പോസിറ്റീവ് നമ്പേഴ്സും നെഗറ്റീവ് നമ്പേഴ്സും 0യും മൊത്തത്തിൽ നമ്മൾ പറയുന്നത് ഇൻറ്റിജേഴ്സ് എന്നാണ്, അതായത് പൂർണ്ണസംഖ്യകൾ എന്ന് പറയും. ഓക്കെ. ഇതല്ലാതെ നമ്മൾക്ക് ഒരുപാട് പഠിച്ചിട്ടുണ്ട് ഡെസിമൽ നമ്പേഴ്സ്, അതായത് പോയിൻ്റ് വരുന്ന നമ്പേഴ്സ് അല്ലേ. പോയിൻ്റ് വരുന്ന നമ്പേഴ്സിനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 0.5, 0.2 ഇങ്ങനെ വരുന്ന നമ്പേഴ്സുകൾ. അതിനെ നമ്മൾ സാധാരണ നമ്മൾ ഫ്രാക്ഷൻസിൽ, അതായത് 1/2 ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, 0.5 ഇങ്ങനെ പോയിൻ്റിലാക്കുന്നത് അല്ലേ. അതായത് ഇത് ഫ്രാക്ഷൻസ് അഥവാ ഭിന്നസംഖ്യകൾ. അതിനെ നമ്മൾ ഏതിലേക്ക് കൺവേർട്ട് ചെയ്യും, ഡെസിമൽ നമ്പേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യും, അതായത് ദശാംശ സംഖ്യയിൽ അല്ലേ. ദശാംശം എന്ന് പറഞ്ഞാൽ പോയിൻ്റ്, ഈ പോയിൻ്റ് ഡെസിമൽ പോയിൻ്റ് ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പോൾ ഇവരൊക്കെ കൂടെ ആഡ് ചെയ്ത് എല്ലാവരും ചേർന്ന് P/Q എന്ന ഒരു ജനറൽ ഫോമിൽ അല്ലേ, ഒരു P/Q എന്ന ജനറൽ ഫോമിൽ എഴുതാൻ പറ്റുന്ന ഇതിനെയാണ് നമ്മൾ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയും, അതായത് ഭാജ്യസംഖ്യകൾ എന്ന് പറയും. ഭാജ്യസംഖ്യ എന്നാണ് പറയാം നമ്മൾ മലയാളത്തിൽ. ഓക്കെ, ഭാജ്യസംഖ്യകൾ മൊത്തത്തിൽ. ഇനി ഇവരൊന്നുമല്ലാതെ ഈ ഒരു P/Q ഫോമിൽ എഴുതാൻ പറ്റാത്ത ആൾക്കാരാണ് നമ്മുടെ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇറാഷണൽ നമ്പേഴ്സാണ്, അതായത് കണ്ടോ, ഈ റാഷണൽ നമ്പേഴ്സ്, അതായത് ഭാജ്യസംഖ്യകളുടെ ഉള്ളിലുള്ളവരാണ് ഇൻറ്റിജേഴ്സും ഹോൾ നമ്പേഴ്സും നാച്ചുറൽ നമ്പേഴ്സും ഒക്കെ. പക്ഷേ അതിലൊന്നും പെടാതെ പുറത്ത് നിൽക്കുന്ന കുറച്ച് പേരാണ് ഇറാഷണൽ നമ്പേഴ്സ്, അതായത് അഭാജ്യസംഖ്യകൾ. നമ്മൾ മലയാളത്തിൽ അഭാജ്യസംഖ്യകൾ എന്ന് പറയും. ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ. ഇനി നമ്മൾ ഇവിടെ നോക്കിക്കാൻ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് ഒരു സ്ക്വയറിൻ്റെ ഏരിയ കാണുക എന്നുള്ളത്, അതായത് ഒരു സമചതുരത്തിൻ്റെ പരപ്പളവ് നമുക്കറിയാം അല്ലേ. ലെങ്ത്തും ബ്രെഡ്ത്തൊക്കെ സെയിം ആയിരിക്കും, സമചതുരമാണ് അല്ലേ, സ്ക്വയറാണ്. ആ സ്ക്വയറിലെ സൈഡ്, ഒരു സൈഡ് കിട്ടിയാൽ, ഇപ്പോൾ 1 സെൻറ്റിമീറ്റർ സൈഡുള്ള ഒരു സ്ക്വയർ അല്ലേ, അതിൻ്റെ ഏരിയ എന്തായിരിക്കും, 1 × 1 അല്ലേ, അതായത് 1 സ്ക്വയർ. ഓക്കെ അല്ലേ, 1 സ്ക്വയർ = 1. അതേപോലെ 2 സെൻറ്റിമീറ്റർ സൈഡ് വരുന്ന ഒരു സ്ക്വയർ ആണെങ്കിൽ 2 × 2, അതായത് 2 സ്ക്വയർ = 4. ഏരിയ കാണാൻ സിമ്പിളാണ്. അതായത് ഒരു സൈഡ് കിട്ടിയാൽ സൈഡ് എസ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഏരിയ എന്ന് പറയുന്നത് സൈഡ് സ്ക്വയർ ആണ്. ഓക്കെ, ക്ലിയർ. ഓക്കെ. അതിനെ നമുക്കൊന്ന് നേരെ തിരിച്ചൊന്ന് പറഞ്ഞു നോക്കാം. ഇപ്പം നമുക്കറിയാം ഏരിയ 9 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ, അതായത് പരപ്പളവ്, അത് സൈഡ് നേരെ തിരിച്ച് നമുക്കറിയാം 3 സെൻറ്റിമീറ്റർ ആയിരിക്കും അല്ലേ. 3ൻ്റെ സ്ക്വയർ ആണല്ലോ 9 അല്ലേ. അപ്പോൾ അതിനെ നമ്മൾ ഓപ്പോസിറ്റായിട്ട് നമ്മൾ പറയുന്നത് അതിൻ്റെ റൂട്ട് കാണുക എന്നുള്ളതാണ്. അതായത് ഏരിയ 9 ആണെങ്കിൽ സൈഡ് കാണുന്നത് എങ്ങനെയാണ്, 9 സെൻറ്റിമീറ്റർ സ്ക്വയർ ഏരിയ വരുന്ന ഒരു സ്ക്വയറിൻ്റെ, ഒരു സമചതുരത്തിൻ്റെ സൈഡ് എന്ന് പറയുന്നത് √9 ആയിരിക്കും, അതായത് 3. കണ്ടോ, 4 ആണ് ഏരിയ വരുന്നതെങ്കിൽ √4 അതിൻ്റെ സൈഡ് 2. അതിനെ പൊതുവായിട്ട് നമുക്ക് ജനറലി ഒരു ഫോമിൽ പറയാം, ഏരിയ അതായത് പരപ്പളവ് x ആണെങ്കിൽ s എന്ന് പറയുന്നത് √x ആയിരിക്കും. ക്ലിയർ. അപ്പോൾ നമുക്കറിയാം 1 മുതൽ 10 വരെയുള്ള ഇതിൻ്റെ സ്ക്വയേഴ്സ് നമുക്ക് എഴുതാനറിയാം, എല്ലാവർക്കും അറിയാം അല്ലേ. 1 to 10 വരെയുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് അല്ലേ, ഈ കിട്ടിയതാണ്. ഇതെല്ലാം എന്താണ്, പെർഫെക്റ്റ് സ്ക്വയേഴ്സാണ്. അതായത് ഈ ഒരു സ്ക്വയേഴ്സിനെല്ലാം കറക്റ്റായിട്ടൊരു റൂട്ട് ഉണ്ടായിരിക്കും. റൂട്ട് നേരെ തിരിച്ച് ഓപ്പോസിറ്റ് അല്ലേ.
2ൻ്റെ സ്ക്വയർ 4 ആണെങ്കിൽ 4ൻ്റെ റൂട്ട് സ്ക്വയർ റൂട്ട് ഓഫ് 4 2 ആണ്. അതായത് ഒരു സ്ക്വയറും ഉണ്ടാക്കാനും അതുപോലെ അതിൻ്റെ ഏരിയ തന്നാൽ അതിൻ്റെ സൈഡ് കാണാനും റൂട്ട് കണ്ടാൽ മതി. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ നമുക്ക് ഇതിൻ്റെ ഇടയിലുള്ള കുറേ നമ്പേഴ്സ് ഉണ്ട് അല്ലേ. 1ൻ്റെ 4ൻ്റെ ഇടയിൽ 2 ഉണ്ട്, 3 ഉണ്ട്, അതുപോലെ 5 6 ഇതൊന്നും അവിടെ പെട്ടിട്ടില്ല അല്ലേ. ഈ നമ്പേഴ്സിനൊക്കെ റൂട്ടില്ലേ. പക്ഷെ നമുക്ക് കറക്റ്റായിട്ട് റൂട്ട് പറയാൻ പറ്റില്ല അല്ലേ. അപ്പോൾ ഈ ഒരു കറക്റ്റായിട്ടുള്ള ഒരു റൂട്ട് നമുക്ക് കിട്ടില്ല. പക്ഷെ അവിടെ ഒരു ഡെസിമൽ നമ്പേഴ്സ് അവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ റൂട്ട് ഉണ്ടാവാം. അതായത് 2 ഏരിയ വരുന്ന 2 ഏരിയ വരുന്ന അല്ലെങ്കിൽ പരപ്പളവ് വരുന്ന ഒരു സ്ക്വയറിൻ്റെ സൈഡ് നമുക്കറിയാം റൂട്ട് 2 ആണ്. കറക്റ്റ് വാല്യൂ നമുക്കറിയില്ല. പക്ഷേ 3 ഏരിയ വരുന്ന അല്ലേ സ്ക്വയറിൻ്റെ സൈഡ് റൂട്ട് 3 ആണ്. അപ്പോൾ ഇങ്ങനെ റൂട്ട് 5 റൂട്ട് 6 ഇങ്ങനെ ഓരോ സൈഡുകളുണ്ട്. അപ്പോൾ അതിന് നമുക്ക് കറക്റ്റായിട്ട് വാല്യൂ ഇല്ല അല്ലേ. പക്ഷേ വാല്യൂ ഉണ്ട്, പോയിൻ്റ് വരും. അപ്പോൾ നമ്മുടെ മാത്തമെറ്റിഷ്യൻസ്മാർ അവിടെ കണ്ടുപിടിച്ചിട്ടുള്ളത് റൂട്ട് 2 ആൻഡ് റൂട്ട് 3യുടെ വാല്യൂസ് അവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ 3 ഡെസിമൽ പോയിൻ്റ് വരെയാണ് നമ്മൾ പറയാറുള്ളത്. അതായത് റൂട്ട് 2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1.414 ആണ്. അതുപോലെ റൂട്ട് 3ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1.732 ആണ്. ഇത് രണ്ടും നമ്മളെപ്പോഴും ഓർത്ത് വെക്കുക. ഓക്കെ, ആ 2 വാല്യൂസ് നമ്മൾ ഓർത്ത് വെക്കണം. ക്ലിയർ ആണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിക്കേ, ഈ റൂട്ട് 2 എങ്ങനെ വന്നതെന്ന് ഒന്നും കൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. നമ്മളിപ്പോൾ സ്ക്വയറിൻ്റെ കാര്യത്തിൽ പറഞ്ഞു. പക്ഷെ നമ്മളൊരു ട്രയാങ്കിൾ ആണെങ്കിൽ നമ്മുടെ ഒരു പൈതഗോറസ് തിയറം പഠിച്ചിട്ടുണ്ടല്ലേ നമ്മൾ. അതായത് ഒരു മട്ട ത്രികോണത്തിൻ്റെ അതായത് ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ 2 സൈഡ്സ് കിട്ടിയാൽ മൂന്നാമത്തെ സൈഡ് കാണുന്നത് നമ്മുടെ പൈതഗോറസ് തിയറം യൂസ് ചെയ്തിട്ടാണ്. എന്താണ് ആ തിയറം? അതായത് ഇവിടെ എ ബി സി എന്നീ സൈഡുകളാണെങ്കിൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ അല്ലേ. ചെറിയ 2 വശങ്ങളുടെ സ്ക്വയേഴ്സിൻ്റെ സം എന്ന് പറയുന്നത് മൂന്നാമത്തെ വലിയ സൈഡിൻ്റെ സ്ക്വയർ ആയിരിക്കും. ഈ ഒരു തിയറം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു സൈഡ് ഒന്ന് നോക്കാം. ഈ ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഇവിടെ 1 മീറ്ററാണ് തന്നിട്ടുള്ളത്. ഇവിടെ 2 മീറ്ററാണ് തന്നിട്ടുള്ളത് അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ 1 മീറ്ററും ഇവിടെ 2 മീറ്ററുമാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പക്ഷേ ഇവിടെ തന്നിട്ടുള്ളത് ഏതാ സൈഡ്? ഹൈപ്പോട്ടന്യൂസ് ആണല്ലേ, വലിയ സൈഡാണ്. സി ആണ് 2 തന്നിട്ടുള്ളത്. സി ഈക്വൽ ടു 2 ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അതുപോലെ എ ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് ഇവിടെ ബി ആണ് കാണാനുള്ളത്. ബി കാണണമെങ്കിൽ ബി സ്ക്വയർ, ഈ ഒരു തിയറം എന്തായിട്ട് മാറണം? ബി സ്ക്വയർ എന്ന് പറയുന്നത് സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആവണം. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? സി സ്ക്വയർ 2ൻ്റെ സ്ക്വയർ അല്ലേ. സി 2 ആണ്. അപ്പോൾ 2ൻ്റെ സ്ക്വയർ 4 മൈനസ് 1 അല്ലേ. എ എന്ന് പറയുന്നത് 1 ആണ്. 1 സ്ക്വയർ 1. അപ്പോൾ കണ്ടോ 3 ആണ് നമുക്ക് കിട്ടുന്നത്. അതായത് ബി സ്ക്വയർ 3 ആണെങ്കിൽ ബി എന്തായിരിക്കും? അതിൻ്റെ റൂട്ട് അല്ലേ, റൂട്ട് 3. കണ്ടോ, ബി സ്ക്വയർ 3 ആണെങ്കിൽ ബി എന്ന് പറയുന്നത് ഇതിൻ്റെ റൂട്ടാണ്. അപ്പോൾ റൂട്ട് 3 കണ്ടോ, റൂട്ട് 3 ആണ് അവിടെ വരിക. ഓക്കെ, അതുപോലെ തന്നെ നമുക്കിവിടെ വേറൊരു സ്ക്വയർ കാണാൻ പറ്റൂല്ലേ. അതായത് 1 സൈഡ്സ് വരുന്ന ഒരു മട്ട ത്രികോണം, ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ മൂന്നാമത്തെ വലിയ സൈഡ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ 1 ആണ്, ഇവിടെ 1 ആണ്. അതായത് എയും ബിയും 1 ആണെന്നാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, എയും ബിയും 1 ആണ്. യെസ്, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ. സി എന്താണെന്ന് നമുക്ക് കാണേണ്ടത് വലിയ സൈഡ്. ഓക്കെ, അപ്പോൾ എ സ്ക്വയർ അതായത് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഈക്വൽ ടു എന്താണ് വരിക നോക്കിക്കേ, 1 + 1 അല്ലേ, 2 ആണ് നമുക്ക് കിട്ടുക. കണ്ടോ, സി സ്ക്വയർ എന്ന് പറയുന്നത് എന്താ കിട്ടുക? സി സ്ക്വയർ ഈക്വൽ ടു 2. അങ്ങനെയാണെങ്കിൽ സി എന്തായിരിക്കും? റൂട്ട് 2 അല്ലേ. സി എന്താണ്? റൂട്ട് 2. അതിൻ്റെ റൂട്ട് കാണണം അല്ലേ. യെസ്, കണ്ടോ. അപ്പോൾ നമ്മുടെ റൂട്ട് 2ഉം റൂട്ട് 3 ഒക്കെ വരുന്ന ഒരു കേസ് ആണ് മിസ് കാണിച്ചു തന്നത്. എല്ലാവരും നന്നായിട്ട് നോക്കുക. അപ്പോൾ അതിൻ്റെ വാല്യൂ ഒന്നും കൂടെ ഓർത്ത് വെക്കുക. നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യാൻ യൂസ് ചെയ്യാം. ഓക്കെ.